അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസസുൽ ഔലിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്ര കഥകളാണല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതും അതിനുശേഷം മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തതും ഹവ്വ റളിയല്ലാഹു തആല അൻഹായെ സൃഷ്ടിച്ചതും അവസാനം സ്വർഗത്തിൽ നിന്ന് ആദം നബിയെയും ഹവ്വ റളിയല്ലാഹു തആല അൻഹായെയും ഭൂമിയിലേക്ക് അയച്ചതും ഭൂമിയിൽ വന്നപ്പോൾ ആദം നബിക്ക് മക്കൾ ഉണ്ടായതും ആ മക്കളിൽ നിന്ന് ഒരാൾ മറ്റേയാളെ കൊന്നതുമൊക്കെ നാം മുമ്പത്തെ കഥയിൽ കൂടെ കേട്ടു. ഈ മകനെ കൊല്ലാനുണ്ടായ കാരണം അത് അസൂയയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സുന്ദരിയായ ഇക്രിമയെ വിവാഹം ചെയ്യാൻ ഹാബീലിന് വിട്ടുകൊടുക്കരുതെന്ന് കാബീലിനെ ഇങ്ങനെ ഉപദേശം നൽകിക്കൊണ്ടിരുന്നു. ആ ഉപദേശം കേട്ട് അവസാനം കാബീൽ വഴിതെറ്റി. അങ്ങനെയാണ് കാബീൽ ഹാബീലിനെ കൊന്നത്. അങ്ങനെ ഹാബീലിനെ കൊന്നതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹായും വളരെയധികം ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 3-4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹവ്വ റളിയല്ലാഹു അൻഹ വീണ്ടും ഗർഭിണിയാവുകയും ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകുകയും ചെയ്തു. പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ 40 ദിവസത്തോളം മലക്കുകൾ സംരക്ഷിക്കുകയും അവിടെ നിന്ന് 40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും അതിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരാജയപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനായ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെറിയൊരു ഉപദേശം നൽകി. ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, എൻ്റെ കാലം അവസാനിക്കുകയാണ്. അതുകൊണ്ട് അല്പകാലം സത്യത്തിന് വേണ്ടി സത്യത്തിലേക്കും നന്മയിലേക്കും ജനങ്ങളെ നയിക്കാൻ വേണ്ടി നീ ഉണ്ടാകണം, നീ അത് ശ്രദ്ധിക്കണം. ഇബ്ലീസിൻ്റെ വലയിൽ പെട്ടുപോകരുത്, അവൻ്റെ ചതിയിൽ കുടുങ്ങിപ്പോകരുത്, അവനെ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന ഉപദേശം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മയ്യത്ത് കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കാരത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേതൃത്വം നൽകിയെന്നും മകൻ ഷീസ് നബി അലൈഹി സ്വലാം നേതൃത്വം നൽകിയെന്നും അഭിപ്രായമുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. അതിനുശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്തു. പിന്നീട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലശേഷം ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഭരണം ഏറ്റെടുത്തിരുന്നത്. ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീഫയായിരിക്കുന്ന സമയത്ത് തൻ്റെ മാതാവ് ഹവ്വ റളിയല്ലാഹു തആല അൻഹായും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ കുളിപ്പിക്കുന്ന രംഗം കണ്ട് അവിടെ നിന്ന് പഠിച്ചെടുത്ത പ്രകാരം തൻ്റെ സഹോദരിമാരെ കൊണ്ട് ഉമ്മയെ കുളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഹവ്വ റളിയല്ലാഹു തആല അൻഹായെയും മറമാടി നാട്ടിലുള്ള നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതി നടപ്പിലാക്കാൻ, അക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹോരാത്രം പരിശ്രമിച്ചു. അവിടെ സമാധാനം നിലനിർത്തി, അക്രമങ്ങളൊക്കെ ഇല്ലാതാക്കി. ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതചര്യയാക്കി കൊണ്ടുവന്നതാണ് തൊപ്പിയും ചെരിപ്പും എന്നാണ് അറിയപ്പെടുന്നത്. അള്ളാഹുവിനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും വലിയ അറിവ് കരസ്ഥമാക്കിയ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറേ സമയം അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഒരു സത്യവിശ്വാസി അറിഞ്ഞിരിക്കേണ്ട 16 കാര്യങ്ങൾ ഉണ്ട്.
അത് പഠിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് 16 കാര്യം പറഞ്ഞു. അതേതാണെന്ന് നോക്കാം. അള്ളാഹുവിനെ അറിയലും ഒരു വസ്തുവിലെ നല്ലതും ചീത്തയും തിരിച്ചറിയൽ, അഥവാ ഹറാം ഏതാണ് ഹലാൽ ഏതാണ് എന്ന് തിരിച്ചറിയലും, ഒരു നാട്ടിലുള്ള രാജാവിനെ അനുസരിക്കലും, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും, എല്ലാവരോടും നന്മ പ്രവർത്തിക്കലും, യാത്രക്കാരെ ആദരിക്കലും, സാധുക്കളോട് സഹായം ചോദിച്ചു വരുന്നവരോടൊക്കെ കരുണ കാണിക്കലും, സത്യം പറയലും, നീതി പാലിക്കലും, ഇതൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് വേണ്ടതാണ് എന്നാണ് ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഈ 16 കാര്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തൗഹീദ് എന്താണെന്ന് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒരു മുസ്ലിം നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പഠിക്കണം. അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. രണ്ടാമത് പറഞ്ഞാൽ, നാം കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, നാം ഉപയോഗിക്കുന്ന പൈസയാവട്ടെ, നാം ഉപയോഗിക്കുന്ന ഡ്രസ്സാവട്ടെ, ഏത് സാധനമാണെങ്കിലും അതിലെ ഹറാമും ഹലാലും തിരിച്ചറിയണം. ഹറാമായ വസ്ത്രങ്ങൾ, ഹറാമായ പൈസകൾ, ഹറാമായ ഭക്ഷണങ്ങൾ, ഇതൊന്നും നാം ഉപയോഗിക്കാൻ പാടില്ല. അത് വ്യക്തമായി തിരിച്ചറിയണം. മൂന്നാമത്, രാജാവിനെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ, ഒരു നാട്ടിൽ ഒരു രാജാവുണ്ടെങ്കിൽ, ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ, ആ ഭരണാധികാരിയെ നാം അനുസരിക്കണം. അത് നാട്ടിൻ്റെ സമാധാനത്തിന് നല്ലതാണ്. നാട്ടിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ അനുസരണശീലം നാം വളർത്തിയെടുക്കണം. അതുപോലെ നാട്ടിലുള്ള നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങൾ ഏത് നിയമമാണെങ്കിലും അത് നാം പാലിച്ചേ മതിയാവുകയുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള നിയമമാണ് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് വെക്കണം. ഈ നിയമം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ രൂപത്തിൽ ഏത് നിയമമാണെങ്കിലും നിയമങ്ങൾ അനുസരിക്കണം. രാജാവിനെ അനുസരിക്കുക എന്നത് പ്രജയുടെ ബാധ്യതയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ മക്കളെ കൊണ്ട് തൃപ്തരായിരിക്കണം. അവർക്ക് ഗുണം ചെയ്യണം. ഒരിക്കലും തിന്മക്ക് പ്രോത്സാഹനം നൽകാൻ പാടില്ല. ഒരു മോശമായ കാര്യങ്ങൾക്കും ഒരിക്കലും പ്രോത്സാഹനം നൽകുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യരുത്. അതിനെ നാം കൂട്ടുനിൽക്കാൻ പാടില്ല. അതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. അത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. പിന്നെ യാത്രക്കാരോട് ആദരവ് കാണിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. നാം യാത്രയിലാണ്. ആ യാത്ര തീരുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നമ്മെ മറ്റുള്ളവർ ആദരിക്കണമെങ്കിൽ നാം നമ്മുടെ അടുക്കലേക്ക് വരുന്ന യാത്രക്കാരെ ആദരിക്കണം എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം. ജീവിതത്തിൽ കളവ് പറയുക എന്നത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. അതുകൊണ്ടാണ് എപ്പോഴും സത്യം മാത്രം പറയണമെന്ന് ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എണ്ണിയ 16 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു കുറേ സംഭവങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. മനസ്സിലാക്കേണ്ടത് ഒരു കുറേയുണ്ട്. ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ ഒരാൾ വഴി അറിയാതെ വന്നാൽ ആ ആൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത് ചെറിയൊരു സഹായമാണെങ്കിലും അത് ആ വന്ന ആൾക്ക് വലിയൊരു സഹായമായി മാറും. എന്നതുപോലെ
ചെറിയ ചെറിയ സഹായങ്ങൾ പോലും നാം ഒഴിവാക്കരുത്. പരസ്പരം സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതാണ് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമായ മനുഷ്യനിൽ ഉണ്ടാവേണ്ട 16ഓളം കാര്യങ്ങൾ എണ്ണിയത്. ഈ ഭൂമിയിൽ ആദ്യമായി ഈത്തപ്പന നട്ടു വളർത്തിയത് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുമാത്രമല്ല, തത്വശാസ്ത്രം എന്ന വിജ്ഞാനം മനുഷ്യർക്ക് ആദ്യമായി നൽകിയ പ്രവാചകനാണ് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 930 വർഷം ജീവിച്ച ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിന് ഭാര്യയും ധാരാളം മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തെടുത്തപ്പോൾ തൻ്റെ പുത്രന്മാരിൽപ്പെട്ട ഒരാളെ പിൻഗാമിയായി നിയോഗിച്ചുകൊണ്ടാണ് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പിന്നെ ഷീസ് നബിയുടെ പുത്രന്മാരിൽപ്പെട്ട 2-3 ആളുകൾ ഭരിക്കുകയും അവസാനമായി ഒരാൾ 40 വർഷക്കാലം മതപ്രബോധന രംഗത്ത് നിലനിന്നുകൊണ്ട് ഭരണം നിർവഹിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രവാചകനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം ആരംഭിച്ചത്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ നമുക്ക് തുടർന്ന് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.